നമസ്കാരം. ഏവർക്കും റിഥം ആൻഡ് റിഫ്ലക്ഷൻസ് എന്ന ഈ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള പുതിയൊരു ടോപ്പിക്കിലൂടെയാണ് കടന്നു പോകുന്നത്. നമുക്ക് ഏവർക്കും സ്നേക്ക് റെസ്ക്യൂവേഴ്സ് അല്ലെങ്കിൽ പാമ്പ് പിടുത്തക്കാരെ കുറിച്ച് അറിയാം അല്ലേ? നമ്മുടെ വീട്ടിലോ പരിസരങ്ങളിലോ പാമ്പുകളുടെ ശല്യം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ഉടനെ വിളിച്ച ഉടനെ തന്നെ ജീവൻ പണയപ്പെടുത്തിക്കൊണ്ട് ആ പാമ്പിനെ പിടിച്ച് ചാക്കിലാക്കി കാടുകളിലേക്കോ മറ്റ് വന്യജീവി കേന്ദ്രങ്ങളിലേക്കോ മാറ്റുന്ന, കൂടുതലും നമുക്ക് അത്ഭുതത്തോടെയും വിസ്മയത്തോടെയും നോക്കി കാണാൻ കഴിയുന്ന കുറച്ച് ധീരരായ കുറച്ച് ചെറുപ്പക്കാർ ഇതിനുവേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്രൊഫഷനിൽ ഏറ്റവും കൂടുതൽ പ്രശസ്തൻ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്നേക്ക് റെസ്ക്യൂർ എന്ന് പറഞ്ഞാൽ ആദ്യം നമുക്ക് ഓർമ്മ വരുന്നത് ശ്രീ ബാബ സുരേഷ് അവർകളാണ് അല്ലെ? അദ്ദേഹം ഒരേ സമയം പ്രശസ്തനുമാണ്, എന്നാൽ മറ്റൊരു കോണിൽ നോക്കുമ്പോൾ എപ്പോഴും വിവാദങ്ങളിലും അദ്ദേഹം വന്നു വീഴാറുണ്ട്. പാമ്പുകളെ കുറിച്ചുള്ള ഭയം ഇത്രയധികം മലയാളികൾക്ക് കുറയ്ക്കുന്നതിൽ ശ്രീ ബാബ സുരേഷിന്റെ പങ്ക് വളരെ വലുതാണ്. അതേപോലെ തന്നെ പാമ്പുകളെ പിടിക്കുമ്പോൾ അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന രീതി, അതിനോട് നമുക്ക് പലർക്കും സ്നേഹത്തോടെയുള്ള ഒരു വിയോജിപ്പുണ്ട്, സത്യമാണ് അല്ലെ? എന്നാൽ ഇങ്ങനെയുള്ളവരെ വിമർശിക്കുമ്പോൾ നമ്മളെ ചുരുക്കം ചില സമയത്ത് ഉപയോഗിക്കുന്ന ചില കാര്യമുണ്ട്. അങ്ങ് പടിഞ്ഞാറ് വെസ്റ്റേൺ കൺട്രീസിലൊക്കെ വളരെ കറക്റ്റായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്, അവിടെ എല്ലാം പക്കയാണ് എന്നൊരു വാദം പലപ്പോഴും നമ്മൾ വെക്കാറുണ്ട്. ഈ ഒരു കാര്യത്തിന് മാത്രമല്ല, മറ്റു കാര്യങ്ങൾ. എന്നാൽ ഇന്ന് നമ്മൾ ഈ ഒരു വാദത്തിന് ഒരു അപവാദമായിട്ട് നിൽക്കുന്ന ഒരു അപകടത്തെക്കുറിച്ച്, ഒരു ദുരന്തത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. സംഭവം നടന്നിട്ട് 10 വർഷം കഴിഞ്ഞു. 2015 ഈ സംഭവം നടക്കുന്നത്. എങ്കിലും ഈ ഒരു വിഷയത്തിന്റെ പ്രസക്തി ഇന്നും റെലവെന്റ് ആണെന്ന് തോന്നി, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇത് നോർത്ത് അമേരിക്കയിലെ ഫ്ലോറിഡ, അവിടെ ഫോർട്ട് ലോഡിഡെയിൽ എന്ന സ്ഥലത്താണ്. സ്ഥലത്തിന്റെ പേരിങ്ങനെയാണോന്ന് അറിയില്ല. ഫോർട്ട് ലോഡിഡെയിൽ എന്ന സ്ഥലത്ത്, USA നോർത്ത് അമേരിക്കയിലെ ഫോർട്ട് ലോഡിഡെയിൽ, ഫ്ലോറിഡ എന്ന സ്ഥലത്ത് ജീവിച്ചിരുന്ന റോഗർ ഹോൾസ്റ്റൺ എന്നൊരാളുടെ കഥയാണ് നമ്മളിവിടെ പറയുന്നത്. റോഗർ ഹോൾസ്റ്റൺ അല്ലെങ്കിൽ റോജർ എന്ന് വിളിക്കുന്ന അദ്ദേഹത്തിന് 45 വയസ്സ് വരെ അദ്ദേഹം ജീവിച്ചിരുന്നുള്ളൂ. അദ്ദേഹത്തിന്റെ 20 വയസ്സുള്ള സമയം തൊട്ട് അദ്ദേഹത്തിന് ഈ പാമ്പുകളെ കുറിച്ച് വല്ലാത്തൊരു ഫാസിനേഷൻ വന്നു തുടങ്ങുകയാണ്, ഒരു ആകർഷണത്വം. അപ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതം കൂടുതൽ ഈ പാമ്പുകളെ കുറിച്ച് പഠിക്കാനും അതേപോലെ റിസ്ക് എടുത്തിട്ട് തന്നെ ഈ പാമ്പുകളുള്ള അടുത്തേക്ക് ചെല്ലാനും അതിനെ കൈകാര്യം ചെയ്യാനും ഒക്കെ അദ്ദേഹം ഇറങ്ങിത്തിരിച്ചു. കേരളത്തിൽ നമ്മുടെ വാവ സുരേഷ് ചെയ്തിരിക്കുന്ന അതേപോലെ തന്നെ, ആ ചേട്ടൻ ചെയ്തിരിക്കുന്ന അതേ കാര്യം തന്നെ അവിടെ ഫ്ലോറിഡയിൽ. അപ്പോൾ അങ്ങനെ അദ്ദേഹം നടന്ന് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന് കുറച്ചും കൂടെ ശാസ്ത്രീയമായിട്ട് അദ്ദേഹം കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്നിരിക്കണം. ഒരുപാട് പരിജ്ഞാനവും അനുഭവങ്ങളും വന്നു ചേർന്നു. സ്വാഭാവികമായിട്ടും ഇത്രയും സാഹസികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരാളിൽ വന്നു ചേരുന്ന ഒരു പ്രശ്നമാണ് ഓവർ കോൺഫിഡൻസ്. നമ്മള് വാവ സുരേഷിന്റെ ജീവിതത്തിലും പലപ്പോഴും അപകടങ്ങൾ വരുന്നത് ഈ ഒരു പ്രശ്നം കൊണ്ടാണെന്ന് നമുക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോ ഇതേപോലെ തന്നെ ഓവർ കോൺഫിഡൻസിന് ഒരു ഉടമയായിരുന്നു ഈ റോഗർ ഹോൾസ്റ്റൺ എന്ന് പറയുന്ന ആള്. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്യുന്ന വെച്ചാൽ, അദ്ദേഹത്തിന്റെ വീട് ഒരു 2 നില വീടാണ്. അവിടുത്തെ സ്ഥലങ്ങൾ അറിയാലോ, അവിടുത്തെ മതിലുകളോ അങ്ങനെയൊന്നുമില്ല, ഒരു വലിയൊരു പ്ലെയിൻ ഗ്രൗണ്ടിലായിരിക്കും റോഡുകളും ഇതെല്ലാം. അപ്പോ 2 നില വീട്ടിലെ ബേസ്മെന്റില് ഈ പാമ്പുകളോടുള്ള അത്യസാധാരണമായിട്ടുള്ള സ്നേഹം കൊണ്ട്, അല്ലെങ്കിൽ ഒരു ആകർഷണം കൊണ്ട്, ഒരു ചെറിയൊരു പാമ്പ് വളർത്തൽ കേന്ദ്രം തന്നെ വേണമെങ്കിൽ പറയാം, അങ്ങനെ ഉണ്ടാക്കി വെച്ചു അദ്ദേഹം. അവിടെ 50-ലധികം പാമ്പുകളെ അദ്ദേഹം അവിടെ ഫീഡ് ചെയ്തിരുന്നു. ഈ 50-ലധികം പാമ്പുകളിൽ ഏറ്റവും അപകടം പിടിച്ചവയുണ്ട്, അപകടമില്ലാത്തതുണ്ട്, അതേപോലെ വിഷമുള്ളതുണ്ട്, വിഷമില്ലാത്തതുണ്ട്. അതിലേറ്റവും ഫേമസ് ആയിട്ട് പറയുന്ന ബർമിസ് പൈത്തൺ, അതുപോലെ കിങ് കോബ്ര, രാജവെമ്പാല, വ്യത്യസ്തമായിട്ടുള്ള അണലി, റസൽസ് വൈപ്പർ, റാറ്റിൽ സ്നേക്ക്, ഇങ്ങനെ പല വെറൈറ്റിയിലുള്ള പാമ്പുകളെ അദ്ദേഹം സൂക്ഷിച്ചിരുന്നു. പാമ്പുകൾ പൊതുവെ എല്ലാ ദിവസവും ഭക്ഷണം കഴിക്കുന്നവരല്ല. നിങ്ങളെ വാവ സുരേഷ് സാറിന്റെ അദ്ദേഹത്തിന്റെ തന്നെ ഇന്റർവ്യൂല് കണ്ടിട്ടുണ്ടാവും, ആഴ്ചയിൽ ഒരിക്കലേ അത് ഭക്ഷണം എടുക്കുള്ളൂ എന്ന് പറയണം. മിക്കവാറും എലി, ചുരുക്കം ചില പാമ്പുകൾ മറ്റ് പാമ്പുകളെ ഭക്ഷണമാക്കാറുണ്ട്.
ഇപ്പൊ രാജവെമ്പാലയെ പോലെയുള്ള പാമ്പുകളൊക്കെ അങ്ങനെയാണ്. അപ്പോൾ ഈ സ്നേഹിക്കിനെ ഇതിനെ പോറ്റി വളർത്തുന്നവർക്ക് ഏറ്റവും ഫുഡായിട്ട് ഇതിന് കൊടുക്കാൻ സെർവ് ചെയ്യുന്ന ഏറ്റവും വലിയ ഫുഡ് എന്ന് പറയുന്നത് ഇങ്ങനെ എലികളെ വളർത്തുകയോ അല്ലെങ്കിൽ എലികളെ ഇങ്ങനെ ഇത് ചെയ്ത് വെച്ചിരിക്കുന്ന സ്റ്റഫ് ചെയ്തേക്കുന്ന ഒരു പാക്കേജ് ഉണ്ടാവും. അപ്പൊ ഇവര് ആഴ്ചയിൽ ഒരിക്കലും ഈ കൂടുകളൊക്കെ തുറന്നിട്ട് അത് ക്ലീൻ ചെയ്യുകയും ഭക്ഷണം കൊടുക്കുകയൊക്കെ ചെയ്യും. അത് ചെറിയൊരു പണിയല്ല, നല്ല റിസ്ക് ഉള്ള പണിയാണ്. കാരണം വിഷമില്ലാത്ത പാമ്പുകളാണെങ്കിൽ കുഴപ്പമില്ല. ഇപ്പം ഞാൻ കഴിഞ്ഞ കുറച്ചു കാലം മുമ്പ് ഇവിടെ മൂന്നാർ എന്ന സ്ഥലത്ത് ടൂറിന് പോയിരുന്നു. അതിന്റെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഫ്ലോറ ആൻഡ് ഫ്യൂണ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത്, അവിടെ ഈ സൂ പോലത്തെ മൃഗങ്ങളുണ്ട്, അവിടെ ഒരുപാട് കാഴ്ചകളൊക്കെ കാണാനുള്ള നല്ല സ്ഥലമാണ്. അവിടെ വെച്ചും ഇതുപോലെ നമ്മളുമായിട്ട് മനുഷ്യരായിട്ട് ഇണങ്ങിച്ചേരുക എന്നല്ല, മനുഷ്യരോട് ഫ്രണ്ട്ലി ആയിട്ട് വിഷമൊന്നുമില്ലാത്ത പൈത്തൺ, ബനാന പൈത്തൺ, വൈറ്റ് പൈത്തൺ എന്നൊക്കെ പറയുന്ന വളരെ ഫാന്റസി സ്നേക്സ് ഉണ്ട്. അതിന് അപകടങ്ങളൊന്നും ഇല്ലാത്തതാണ്. ഒന്നും നമ്മൾ ആവശ്യമില്ലാത്ത കടിക്കുകയോ അല്ലെങ്കിൽ ഒന്നും ചെയ്യൊന്നുമില്ല. നമുക്ക് കൈകളിലൊക്കെ കൊണ്ട് നടക്കാവുന്ന ഇതാണ്. അതിന്റെ ഡീറ്റെയിൽ വീഡിയോ അടുത്ത ദിവസം നമ്മൾ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥലത്ത് പോയിരുന്നു. അപ്പൊ അതേപോലത്തെ സ്ഥലത്തും വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കാര്യങ്ങൾ ചെയ്യാന്നുള്ളത് ഒരു വലിയൊരു ടാസ്ക്കാണ്. അപ്പോ 50-ൽ പരം വ്യത്യസ്തമായിട്ടുള്ള വിഷമുള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള പാമ്പുകളുടെ ഒരു കൂട്ടായ്മയാണ് ഇദ്ദേഹത്തിന്റെ വീട്ടിലുള്ളത്. ഇദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും ഇദ്ദേഹത്തിന്റെ അഭ്യുദയകാംക്ഷികളും ഒക്കെ ഒരുപാട് വട്ടം ഉപദേശിച്ചിരുന്നു, ഇത് വളരെ അപകടം പിടിച്ച പണിയാണ്, ശ്രദ്ധിക്കണം. പക്ഷെ ഇവിടെ ഒക്കെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം നേടിയെടുത്ത ഒരു ആത്മവിശ്വാസം, ചിലപ്പോൾ അമിതമായിട്ടുള്ള ആത്മവിശ്വാസം, ഓവർ കോൺഫിഡൻസ്, അതുകൊണ്ട് അദ്ദേഹം നേരിട്ടു കാര്യം കുഴപ്പമൊന്നുമില്ല, ഞാൻ അത് മുമ്പോട്ട് കൊണ്ടുപോയിക്കൊള്ളാമെന്നാണ് പറഞ്ഞത്. എത്ര ഒക്കെ അദ്ദേഹം കോൺഫിഡന്റ് ആണെങ്കിലും ഒരു ചെറിയൊരു ശ്രദ്ധക്കുറവ് മതി ഒരു ജീവൻ അപകടത്തിലാകാൻ. നമ്മുടെ വാവാ സുരേഷ് ഏട്ടന്റെ ഒരുപാട് സംഭവങ്ങളിൽ കൂടെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഈ കാര്യം, അല്ലേ? വളരെ ചെറിയൊരു സ്പേസിൽ ഒരുപാട് ഇതിലാണ് അദ്ദേഹം കൂടുകളിലായിട്ടാണ് ഈ പാമ്പുകളെയൊക്കെ സൂക്ഷിച്ചിരുന്നത്. അപ്പൊ അവിടെ പറയുന്നത് ഒരു മസ്കി സ്മെൽ എന്നാണ് അവിടെയുള്ള നാട്ടുകാർ പറയുന്നത്. അതിന്റെ അകത്തേക്ക് കിടക്കുന്ന പാമ്പുകളുടെ ഒരു പ്രത്യേക ഒരു മണമുണ്ടെന്ന് പറയണു. ആ മണം അവിടെ ഇങ്ങനെ പടർന്നു നിൽക്കുന്നുണ്ട്, പലതരം സർപ്പങ്ങളുടെ. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന് മാത്രമല്ല, അവിടെയുള്ള ഈ സ്നേക്ക് പ്രൊട്ടക്ടേഴ്സ് അല്ലെങ്കിൽ സ്നേക്ക് മാസ്റ്റേഴ്സിനൊക്കെ എപ്പോഴും ഒരു മത്സര ബുദ്ധി ഉണ്ടായിരുന്നു. കാരണം വ്യത്യസ്തവും അപകടം നിറഞ്ഞതുമായിട്ടുള്ള സർപ്പങ്ങളെ, പാമ്പുകളെ കയ്യിൽ വെക്കുക, കരസ്ഥമാക്കുക എന്നുള്ള ഒരു വൈൽഡ് ഫാസിനേഷൻ അതും ഉണ്ടായിരുന്നു. അങ്ങനെ വെല്ലുവിളി നിറഞ്ഞ പാമ്പുകളെ പരിപാലിക്കുന്നതിലും അത് നമ്മുടെ കയ്യിലുണ്ടെന്ന് പറയുന്നതിലും ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു അഭിമാനവും ഒരു സംതൃപ്തിയും ഒക്കെ മനസ്സിൽ കരുതുന്ന ചില ആളുകളുമുണ്ട്. ഇവിടെയും ഉണ്ട്, നമ്മുടെ ഇവിടെയും ഉണ്ട്. ഇടയ്ക്ക് അദ്ദേഹം പലയിടത്തുനിന്നും ആളുകളിൽ നിന്ന് ചിലത് ഓൺലൈനിൽ കൂടെ ഓർഡർ ചെയ്യാൻ പറ്റും, നമുക്ക് മേടിക്കാൻ പറ്റും. അതുപോലെ നമുക്ക് ഈ സ്നേക്ക് ബിസിനസ്സുകാരുണ്ട്, അവരുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത് നല്ല സ്ഥലത്ത് നല്ല പാമ്പുകളെന്ന് പറഞ്ഞാൽ അവിടെ പോയി കണ്ട് അവിടുന്ന് മേടിച്ചുകൊണ്ട് വരും. ഇങ്ങനെ പല തവണയായിട്ട് ഇതിങ്ങനെ കൂടി വരികയാണ്. അപ്പൊ ആളുകൾക്ക് ഒരേ സമയം തന്നെ ദേഷ്യവുമുണ്ട്, എന്നാൽ ഒരു കൗതുകവുമുണ്ട്. എപ്പോഴും പാമ്പിനുള്ള പ്രത്യേകത നമുക്ക് ദേഷ്യവും തോന്നും, അല്ല പേടിയും തോന്നും, ഒരു കൗതുകവുമാണ് അതിന്റെ സ്കിന്നും അതിന്റെ ടോണും ഒക്കെ കാണുന്നത്, അല്ലെ? സത്യത്തിൽ പാമ്പിനെ പോലെ വളരെ അപകടത്തിൽ ജീവിക്കുന്ന ഒരു ജീവി വേറെ ഇല്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അതിന് കൈകളില്ല, കാലുകളില്ല. ഈ വായ്ക്കുള്ളിലെ വിഷം അല്ലെങ്കിൽ അത് ചീറ്റുന്ന മൂർഖനാണെങ്കിൽ അത് കാണിക്കുന്ന ആ ഒരു ആക്ഷനിലാണ് നമ്മൾ പലപ്പോഴും ഇതിനെ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഇതിൽ നിന്ന് മാറി നടക്കാനും നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതിനൊരു മാനുഷിക ഒരു ദയ അർഹിക്കുന്ന ജീവി തന്നെയാണ്. പക്ഷെ ഈ ഒരു അപകടം നമ്മുടെ അടുത്ത് കിടക്കുന്നുണ്ട്.